ഇന്ത്യൻ ട്രൂത്തിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥികൾ ശ്രീ അരുൺ കാലിക്കറ്റ്, സിനിമ സംവിധായകൻ, അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം നടൻ എന്നീ നിലകളിലൊക്കെ കലാരംഗത്ത് ശ്രദ്ധേയനായ വ്യക്തിത്വം. മറ്റൊരു ശ്രീ കെ രാധാകൃഷ്ണൻ, KSEB-യിൽ നിന്ന് റിട്ടയർഡായ ഒരു വ്യക്തിയാണ്. കൂടാതെ സാംസ്കാരിക രംഗത്ത് സർവീസിലിരിക്കുന്ന കാലത്തും റിട്ടയർമെന്റിന് ശേഷവും സജീവ സാന്നിധ്യമായി നമ്മളുടെ ഇടയിലുണ്ട്. രണ്ടുപേരോടും നമുക്ക് അവരുടെ സാംസ്കാരിക രംഗത്തെ വിശേഷങ്ങൾ ഓരോന്നായി ചോദിച്ചറിയാം. അപ്പോൾ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഈ കലാരംഗത്തേക്ക് വന്ന വഴി അത് പഠനകാലത്തെ ഉണ്ടാവുമല്ലോ, സ്കൂൾ പഠനകാലത്തായിരിക്കുമല്ലോ എല്ലാ കലാകാരന്മാരുടെയും ഒരു തുടക്കം. സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ അഭിനയിച്ച് പിന്നീടാണല്ലോ നമ്മൾ പൊതുമണ്ഡലത്തിലേക്ക് അങ്ങനെ വരുന്നത്. അതെ. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞാൽ പ്രേക്ഷകർക്ക് സമീപിക്കും. ഞാൻ കലാരംഗത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തെരുവ് നാടകത്തിലൂടെയാണ് കലാരംഗത്തേക്ക് വരുന്നത്. ഒത്തിരി കാലങ്ങൾ തെരുവ് നാടകം കളിച്ച് അത് പിന്നെ എന്താ പറയുക, ഒരു വഴിത്തിരിവായി നാടകത്തിലേക്ക് മാറുകയും പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നവമാധ്യമത്തിലൂടെ വന്ന ഒരു കാസ്റ്റിംഗ് കോൾ മുഖാന്തരം സിനിമാ രംഗത്തേക്ക് എത്തുകയാണ് ചെയ്തത്. പിന്നെ ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഹിപ്പോ, ഷോർട്ട് ഫിലിം, വെബ് സീരീസ്, സിനിമ, അതുപോലെ സിനിമയുടെ സ്റ്റോറി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഒരു സംരംഭം എന്ന നിലയിൽ ഒരു ബിഗ് സ്ക്രീൻ ആണല്ലോ. അതെ. റിവെഞ്ച്. അതെ. അതിന്റെ ഒരു വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. ദി റിവെഞ്ച് എന്ന് പറയുന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യം എന്നേ പറയാൻ പറ്റും. കാരണം കോടികൾ മുടക്കി ചെയ്യേണ്ട ഒരു വർക്ക് ഏകദേശം ഒരു 70 ലക്ഷം രൂപയോളം വരുത്തി ഞങ്ങൾ 80% കഴിഞ്ഞു എന്നാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ദി റിവെഞ്ച് സിനിമയുടെ സ്റ്റോറി, അതുപോലെ അതിൻ്റെ തിരക്കഥ രാജശ്രീ KK, എറണാകുളത്തുള്ള പ്രിയപ്പെട്ട ഒരു ടീച്ചറാണ് അതിൻ്റെ സ്റ്റോറി ചെയ്തത്. പിന്നെ എന്താ പറയുക, ഈ സിനിമയുടെ PRO എൻ്റെ കൂടെ തന്നെ ഉണ്ട്, രാധാകൃഷ്ണൻ സാറ്. സാറിനെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് രാധാകൃഷ്ണൻ സാറ് എന്നിലേക്ക് വന്നത്. അപ്പോൾ സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് സാറ് പറയുന്നതാണ്. അപ്പോൾ ദി റിവെഞ്ച് എന്നുള്ള സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം കൂടിയായിട്ടുള്ള PRO മാത്രമല്ല, അതിലെ ഒരു പ്രധാന കഥാപാത്രം കൂടിയായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ സാറിന് ആ ലൊക്കേഷൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ സിനിമയുടെ ടെക്നിക്കൽ വശമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. കാരണം അതിൻ്റെ പ്രധാന റോളിൽ അണിയറയിലും അരങ്ങിലും പ്രവർത്തിച്ച ആളാണ്, എനിക്കറിയാം. ഞാൻ അതിൻ്റെ പൂജാവേളയിലൊക്കെ പങ്കെടുത്താണ് പേരാമ്പ്ര. അപ്പോൾ വിശേഷങ്ങൾ പങ്കെടുക്കും. റിവെഞ്ച് എന്നുള്ള ഒരു മൂവി നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ജില്ല മാറി നമ്മൾ പോയിട്ടില്ല. കോഴിക്കോട് ജില്ലേൻ്റെ പല ലൊക്കേഷനും വളരെ മനോഹരമായ ലൊക്കേഷൻ. ആ ലൊക്കേഷനെ യഥാർത്ഥത്തിൽ സിനിമാ ഫീൽഡിലുള്ള ആളുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ്. അപ്പോൾ അത്തരം ലൊക്കേഷനുകളിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കലാകാരന്മാർക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ട് ബഡ്ജറ്റ് ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, ഒരു ബിഗ് ബഡ്ജറ്റിൽ വരേണ്ട സിനിമ നമ്മൾ പരമാവധി ചെലവ് ചെരുകിക്കൊണ്ട് ചെയ്ത ഒരു സിനിമയാണ്. അതിൻ്റെ കഥയുടെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഓപ്പണാക്കി പറയുന്നത് ശരിയില്ല. എങ്കിലും ദി റിവെഞ്ച് എന്ന പേര് ഉൾക്കൊള്ളുന്ന ഒരു ക്രൈം ത്രില്ലറായിട്ടുള്ള സിനിമയാണ്. മിക്കവാറും അത് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തിയേറ്ററിൽ എത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഇപ്പോൾ ചെയ്യാൻ ബാക്കിയുണ്ട്. ലേബർ വർക്ക് അതുപോലുള്ള കാര്യങ്ങൾ ഏതായാലും അടുത്ത് തന്നെ അത് ഇറക്കാനുള്ള എല്ലാ ശ്രമങ്ങളും. സിംഗിൾ പ്രൊഡ്യൂസാണ്, അതല്ല ജനകീയ സംരംഭത്തോടു കൂടി ഉള്ളതാണോ? ഇതിന് പിന്നെ ഒന്നിൽ കൂടുതൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സംരംഭമാണ്. ഒരു സിംഗിളായിട്ടുള്ള ഒരാളുടെ സാമ്പത്തിക സഹായം മാത്രമല്ല, ഒരു കൂട്ടായ സംരംഭമായിട്ടാണ് ഇതാക്കുന്നത്.
അപ്പൊ കുറ്റാന്വേഷണ രംഗത്ത് ശ്രദ്ധേയമായ കുറെ സിനിമകൾ ഇപ്പം വരാൻ പല നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂർ സ്കോഡ്, മുമ്പാണെങ്കിൽ മമ്മൂട്ടിയുടെ ഈ ഇതിലായിരുന്നു നമ്മുടെ ജലജന്റെ കൂടി അഭിനയിച്ച് മമ്മൂട്ടി സബ് ഇൻസ്പെക്ടർ റോളായിട്ട് വളരെ നന്നായി ഗോപിയൊക്കെ അഭിനയിച്ചു സിനിമ, പേര് ഓർമ്മയില്ല. മറന്നുപോയി. അപ്പൊ അത്തരം സിനിമകളാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അതേപോലെ ഈ കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു സിനിമയിൽ റിവെഞ്ച് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീതിന്യായ വ്യവസ്ഥ, ആ നീതിന്യായ വ്യവസ്ഥയിൽ ചില ക്രമക്കേടുകൾ വരുമ്പോൾ അതിനെതിരായിട്ട് പൊരുതുന്ന ഒരു വ്യക്തിയുടെ കഥയാണ് ഈ സിനിമ. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഖമല്ല. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണണം. കഥ പറയണ്ട. ഇല്ല, കഥയല്ല. എന്തായാലും അതിന്റെ ത്രെഡ് പോലും പറയാൻ പറ്റില്ല. കാരണം അത്രയും ഒരു പ്രത്യേകതയുള്ള ഒരു സിനിമയാണ്. അത്യാവശ്യം എല്ലാം എന്താ പറയുക, ഒരു ക്രൈം ആണെങ്കിലും പിന്നെ സെന്റിമെന്റൽ ആണെങ്കിലും പിന്നെ നല്ല 2 സോങ് ഉണ്ട്. എല്ലാം ഒരു മനോഹരമായ രീതിയിൽ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഏതാനും കുറച്ച് പോർഷനുകൾ വയനാടിന്റെ പശ്ചാത്തലത്തിൽ ഷൂട്ട് ചെയ്യാനുണ്ട്. സാർ പറഞ്ഞു കോഴിക്കോടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്, അതിലും ഉപരി പേരാമ്പ്രയുടെ പല ഭാഗങ്ങളിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. പേരാമ്പ്ര എന്ന് പറയുന്നത് പേരാമ്പ്രയുടെ കണ്ണായ ഭാഗങ്ങൾ, പിന്നെ നൊച്ചാട്, അതുപോലുള്ള പിന്നെ കോട്ടൂർ പഞ്ചായത്ത്, ഇങ്ങനെയുള്ള പല പ്രദേശങ്ങളിലുള്ള മനോഹരമായ ചില ഭാഗങ്ങളാണ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ഈ സിനിമ രൂപപ്പെടുന്നത്. കോഴിക്കോട് ആരും കാണാത്ത കുറേ നല്ല സ്ഥലങ്ങൾ ഈ സിനിമയിലുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നത് ഈ സിനിമ സാധാരണക്കാരൻ്റെ സിനിമയാണ്. സാധാരണക്കാരന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ 14 ജില്ലകളിലുള്ള കലാകാരന്മാരെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ സിനിമ ഞങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ കൂട്ടർ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യമൊക്കെ നമ്മൾ എന്താ പറയുക, സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു കാസ്റ്റിംഗ് വരും, അവർ ഓഡിഷനിൽ പങ്കെടുക്കും. അവർ ഓഡിഷൻ എന്ന് പറയുന്നത് അവർക്ക് ഒരു 1-2 സീന് കൊടുക്കുകയും ചെയ്യാം. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. ഞങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ സിനിമ ഞങ്ങൾക്ക് തുടങ്ങണമെന്നും അതുപോലെ തന്നെ ഞങ്ങൾ ഈ സിനിമ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര ക്യാരക്ടർ വേണമെന്നും അവരോട് ആദ്യം പറയുകയും അവരിൽ കലാകാരനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഭാഗമാക്കണമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വന്ന ഭൂരിഭാഗം പേരെയും ഞങ്ങൾ ഈ സിനിമയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 100-300ഓളം പേരില്ലേ, 100-300ഓളം പേര് ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ പൈസക്കാരല്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ സിനിമ എന്ന് പറയുമ്പോൾ വലിയൊരു സ്വപ്നമായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളൊക്കെ ഒരുപാട് ഈ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ ഒരുപാട് നല്ല സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ റീൽസുകൾ, ഇപ്പം റീൽസിൻ്റെ കാലഘട്ടമാണല്ലോ, ഈ റീൽസിൽ നമ്മൾ ഒരുപാട് വീഡിയോ കാണുമ്പോൾ ഇവർക്കൊക്കെ ഉള്ളിൽ എന്താണ്, ഒരു സിനിമാ രംഗത്ത് എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെയും കൂടി ഞാൻ ഈ സിനിമയുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ ദി റിവെഞ്ച് സിനിമ ചിത്രീകരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഈ സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ BGM വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, എഡിറ്റിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഡബ്ബിങ്, അതുപോലെ ഇനി കുറച്ച് വർക്ക് കൂടിയും കഴിഞ്ഞാൽ നല്ല മനോഹരമായ ഒരു സിനിമ കേരളത്തിൽ, അതുപോലെ തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും അതുപോലെ കർണാടകയിലും റിലീസ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ 80% ഷൂട്ട് പൂർത്തീകരിച്ചു. അതുവരെ ഞങ്ങളുടെ ഫിനാൻഷ്യലി ഒരു പ്രശ്നമില്ലായിരുന്നു. ഫിനാൻഷ്യലി ഞങ്ങളെല്ലാം സെറ്റാക്കിയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിലൊരു പ്രൊഡ്യൂസർ
ഒരു ചെറിയ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം മാറി നിൽക്കുകയും ആ ഒരു ഫിനാൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. ഏകദേശം ഞങ്ങളത് കണ്ടെത്തും എന്നുള്ള നിലയ്ക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ആഗസ്റ്റ് മാസത്തോടു കൂടി, ഇല്ലേ സാറേ, ആഗസ്റ്റ് മാസത്തോടു കൂടി ദി റിവഞ്ച് നമ്മുടെ കേരളത്തിൻ്റെ പല തിയേറ്ററുകളിലും എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വിലയേറിയ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആവശ്യം. ഇത് മാത്രമല്ല കേട്ടോ പ്രൊജക്റ്റ്, ഒരു ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്റ്റിന്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് ചെറുതായി. അതെ, ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അറിയാത്തവർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുകയും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും. മാത്രമല്ല ഞങ്ങൾക്കൊരു ക്രിയേഷൻ ഉണ്ട്, സദ്ഗമയ ക്രിയേഷൻ എന്നാണ്. സദ്ഗമയ എന്ന് പറഞ്ഞാൽ നേർവഴിയാണ്. ഈ നേർവഴി തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ കഴിഞ്ഞ വർഷം ദേവട്ട വന്നിട്ടുണ്ട് പൂജയ്ക്ക്. ലഹരി എന്ന് പറയുന്ന ഒരു വർക്ക് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഹരിയുടെ വിശേഷങ്ങൾ ചോദിച്ചാൽ പറയാം. ഇന്ന് ലഹരി വിരുദ്ധ ദിനം കൂടിയാണ്. അതല്ല, ഇപ്പോൾ ഈ സദ്ഗമത്തിന്റെ അല്ലേ, സദ്ഗമയ ക്രിയേഷൻ എന്ന് പറയുന്നതിന്റെ അതൊരു കൂട്ടായ്മയിലൂടെ രൂപം കൊണ്ടാണല്ലോ. അതെ, അതിന്റെ ഒരു ഘടനയും അതിന്റെ ചരിത്രവും എല്ലാം പറഞ്ഞതിന് കൂടുതൽ ആളുകൾക്ക് അതറിയാൻ താല്പര്യം ഉണ്ടാവും. സദ്ഗമയ ക്രിയേഷൻ എന്ന് പറയുന്നത്, സദ്ഗമയ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിന്റെ പേരാണ്. സദ്ഗമയ, സദ്ഗമയയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നേർവഴി എന്നാണ് അർത്ഥം. ഇന്ന് വരെ നേർവഴിക്കാണ് സിനിമയെ ഞാൻ നോക്കിക്കണ്ടത്. അതിപ്പം എന്ത് തന്നെയാണ്, ഞാൻ ഏതൊരു സൃഷ്ടി ചെയ്യുകയാണെങ്കിലും അത് നേർവഴിയിലൂടെ തന്നെയാണ് ഞാൻ ചെയ്തു പോരുന്നത്. വളഞ്ഞ വഴി സ്വീകരിക്കാൻ താല്പര്യമില്ല. എന്ന് പറഞ്ഞ വളഞ്ഞ വഴി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ സിനിമ എത്രത്തോളം, എങ്ങനെയാണ് സിനിമ, അതിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾ കാണുന്നത്, സിനിമയായാലും വെബ് സീരീസ് ആയാലും ഷോർട്ട് ഫിലിം ആയാലും ഏതൊരു പ്രൊജക്റ്റ് ആയാലും, ഈവൻ എൻ്റെ പ്രിയപ്പെട്ട PR ഉൾപ്പെടെ, രാധാകൃഷ്ണൻ സാർ ഉൾപ്പെടെ ഈ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു സത്യസന്ധതയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ നേർവഴിക്ക് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഈ സദ്ഗമയ ക്രിയേഷൻ എന്ന് അതിന് പേരിട്ടത്. മാത്രമല്ല സദ്ഗമയ ക്രിയേഷൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ സാധാരണക്കാരൻ, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സാധാരണക്കാരുണ്ട്, അവസരങ്ങളില്ലാതെ, അതെ, അവസരങ്ങളില്ലാതെ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞങ്ങൾ അവസരം കൊടുക്കും. ഇൻബോണായിട്ട് കലാകാരന്മാരാണ് അത്തരം ആൾക്കാരായിട്ട് പോലും അവസരങ്ങൾ കിട്ടാതെ അവഗണിക്കപ്പെടുന്ന കലാകാരന്മാരെ തീർച്ചയായും ലക്ഷ്യം. അതെ, ഞങ്ങളൊന്നും അനുഭവിച്ച ആ ഒരു അനുഭവങ്ങൾ ഇനിയുള്ള കലാകാരന്മാർക്ക് ഉണ്ടാവരുത്. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഇന്റർവ്യൂ മതിയായി വരില്ല. അതുകൊണ്ട് അത്തരം അനുഭവങ്ങൾ ഇനിയുള്ള കലാകാരന്മാർക്ക് ഉണ്ടാവരുത്. ഞങ്ങളുടെ ലക്ഷ്യം നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കലയിലൂടെയാണ് നല്ല സമൂഹം വളരും. ഒരുപാട് പോരാട്ടം എന്ന് പറയുന്നത് തന്നെ കലയിലൂടെ തന്നെയാണല്ലോ നമ്മുടെയൊക്കെ ഇടയിൽ പോരാട്ടങ്ങൾ ഉയർന്നു വന്നത്, അല്ലേ? അപ്പോ അത്തരം കലയിലൂടെ തന്നെ നമ്മൾ നല്ല സൃഷ്ടികൾ ജനങ്ങൾക്ക് മുന്നിൽ കൊടുക്കുകയും സാധാരണക്കാരെ, മാക്സിമം സാധാരണക്കാരെയാണ് ഞങ്ങൾ ഈ ഇതിൽ പങ്കെടുപ്പിക്കുന്നത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വേറെ പറയും. അതല്ല, ഞാൻ അരുണിന്റെ പല പ്രൊഡക്റ്റുകളും കണ്ടിട്ടുണ്ട്. അപ്പൊ ഷോർട്ട് ഫിലിമായാലും നാടകമായാലും ഒക്കെ ഒരു സോഷ്യൽ അവയർനെസ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഒരു പ്രമേയമാകാം. ഇപ്പൊ ലഹരിക്കെതിരായാലും ചില സംഗീത ശില്പങ്ങളുടെ ആവിഷ്കാരമായാലും ശരി, അത്രയും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ സംരംഭമായിട്ടും പലതവണ സഹകരിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായും അതൊക്കെ തന്നെ അങ്ങനെ അതിന്റെയൊക്കെ പ്രമേയം ഒരു സാമൂഹ്യ പ്രസക്തമായ സാധനം തന്നെയാണ്. അങ്ങനെ തന്നെ ഇപ്പൊ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പുതുമുഖമൊന്നല്ല. രാധാകൃഷ്ണൻ പിന്നെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ ചിലപ്പോൾ പുതുമുഖമായിരിക്കും, പക്ഷെ അഭിനയ രംഗത്തുണ്ട്. നമുക്കറിയാം, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന സമയത്ത് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രചാരണ നാടകങ്ങൾ, അല്ലെ, KSEBന്റെ മെസ്സേജ് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള, ഞാനും അതിലൊക്കെ പങ്കാളിയായിട്ടുണ്ട് പലതവണ. അപ്പൊ അതില് നാടകങ്ങൾ, പിന്നെ കൂടാതെ ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്. അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് തോന്നുന്നു, അല്ലേ?
വളരെ മനോഹരമായിട്ടുണ്ട്. രാധാകൃഷ്ണേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ടാണ്. നമ്മളൊക്കെ ഒരാളുടെ മുഖത്ത് നോക്കിയ ഒരു ചിരി ഉണ്ടാവും. ചില ആൾക്കാർ ഗൗരവത്തിലിരിക്കും. ഞാൻ ശരിക്കും ചിരി തേടി പോകുന്ന ആൾക്കാരാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവാണ് ഇഷ്ടം, നെഗറ്റീവ് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങളൊരു മീറ്റിങ്ങിൽ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് നല്ല താല്പര്യമുണ്ട്. അങ്ങനെ അദ്ദേഹം ലഹരി എന്ന് പറയുന്ന സിനിമയാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഷോർട്ട് ഫിലിം ആയിരുന്നു ആദ്യം പ്ലാനിങ്, ഇപ്പോൾ 1 hour സിനിമയാക്കി അതും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തെ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു, ബോധിച്ചു. അങ്ങനെ ഇദ്ദേഹത്തെ ഇറക്കാൻ വന്നത് ഇദ്ദേഹത്തിന്റെ മകനായിരുന്നു. ഇദ്ദേഹത്തിന്റെ മകൻ സജിൻ മാഷും ഞങ്ങളുടെ സിനിമയുടെ ഭാഗമാണ്. ഇപ്പം മൂത്ത മകനും ഞങ്ങളുടെ സിനിമയിൽ നല്ല ശ്രദ്ധേയമായ ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഫാമിലി മൊത്തം നമ്മുടെ കൂടെ സിനിമാ കുടുംബമായി. വളരെ സത്യം പറഞ്ഞാല് എനിക്കെന്തോ വളരെ സന്തോഷമാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് രാധാകൃഷ്ണൻ സാർ ഇല്ല എങ്കിൽ ഈ സിനിമ എന്നല്ല എൻ്റെ കഴിഞ്ഞ വർക്കും ഉണ്ടാവില്ല എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ്. അതല്ല ഇപ്പൊ പറഞ്ഞ സിനിമ ഒരു ലഹരി വിരുദ്ധ സന്ദേശമാണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ഈ എക്സൈസ് വകുപ്പിന്റെ ഈ വിമുക്തി അതായത് ലിങ്ക് ചെയ്ത സാമ്പത്തിക സഹായം കിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞ വിജേഷ് പ്രതാപിന്റെ വളരെ കൗണ്ട് ഔട്ട്, അതിപ്പോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സിനിമ ആക്കി എടുത്തിട്ട് ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ അത് പ്രദർശിപ്പിക്കാൻ ഞങ്ങളിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് കേരളത്തിലെ 14 ജില്ലകളിലും സ്കൂളുകളിൽ ഈ ലഹരി എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല. പല രീതിയിലും പല ആൾക്കാരുമായിട്ടും പല അധ്യാപക സംഘടനയൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടും സംസാരം നടന്നിട്ടുണ്ട്. അത് എന്താ പറയാ, പക്ഷെ അവർക്കൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. അവര് അതിലൂടെ മാത്രമേ അത് കൈകാര്യം ചെയ്യൂ. നാടകം ജീവിത മനോഹരമാണ്, കിളിയിൽ കളിച്ച് മന്ത്രിസഭാ വാർഷികത്തിന് കളിച്ച് അതിപ്പോ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇപ്പം കേരളത്തിൽ അങ്ങോളം കളിച്ചോണ്ടിരിക്കും. നോക്കാം ഇതിന്റെ സാധ്യത. തീർച്ചയായിട്ടും അതിന്റെ സാധ്യതകൾക്ക് അനുസരിച്ച് അതിന്റെയൊക്കെ ഉത്തരവാദിത്വം ബിആറൊക്കെയാണ്. ബിആർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതുവരെ എല്ലാ പേർപ്പസ് വർക്ക് കാര്യങ്ങളൊക്കെ ഞാനൊന്നും ചെയ്യാറില്ല, പുള്ളിക്കാരനെല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അതും ചെയ്യുമെന്ന് എനിക്കൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. എന്നെക്കാളും കൂടുതൽ ജനകീയനായ ഒരു വ്യക്തിയാണ്. എന്തായാലും ഈ സിനിമ എന്ന് പറയുന്ന ഈ ദൃശ്യകലാരൂപത്തെ ഒരു ജനബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമായി ഉപയോഗപ്പെടുത്താനാണ് നിങ്ങളിപ്പം തീരുമാനിച്ചത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർക്കുകളൊക്കെ അങ്ങനെയാണ് വരുന്നത്. തുടർന്നും അതിന് തന്നെയാണ് പ്രാധാന്യം. അതെ, പൈങ്കിളിനോട് താല്പര്യമില്ല. പൈങ്കിളി വിഷയങ്ങൾ എടുത്തിട്ട് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇതിനോട് താല്പര്യമില്ല. എന്താണോ സമൂഹത്തിന് ഉതകുന്ന വിഷയങ്ങളെ പൈങ്കിളിവൽക്കരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യധാര പല സിനിമകളും ചെയ്യുന്ന രീതിയിൽ നമുക്ക് താല്പര്യമില്ല. അതിനോട് താല്പര്യമില്ല. എന്താണോ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ അതിനെതിരായിട്ട് വിരൽ ചൂണ്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഒരു പോസിറ്റീവ് സന്ദേശം കൊടുക്കാൻ കഴിയുന്നു. അതാണ് ഒരു കലയുടെ ഉന്നതത്തിൽ ധർമ്മം അതാണ്. അപ്പൊ ആ ധർമ്മം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളെ. ആ ധർമ്മം നമ്മൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാധ്യമത്തിലൂടെ, സിനിമയാണ് സിനിമ, നാടകമാണ് നാടകം, കഥാപ്രസംഗമാണ് കഥാപ്രസംഗം. തുടക്കം എന്ന് പറയുന്നത് പപ്പം പെട്ടു എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. 2-3 സെക്കൻഡേ ഉള്ളൂ ആ ഷോർട്ട് ഫിലിമിന്റെ ദൈർഘ്യം. മ്യൂസിക് മാത്രമാണ് ഷോർട്ട് ഫിലിമിലൂടെ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ത്രെഡ് എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് ഒരു കള്ളൻ ഒരു വീട്ടിൽ പോവുകയും ആ വീട്ടിൽ പോയിട്ട് അവിടെ കോവിഡ് രോഗി കുടിച്ചു വെച്ച മദ്യം എടുത്ത് കുടിക്കുകയും അവസാനം ഫോൺ കോൾ വരുന്നത് ഹോസ്പിറ്റലിലാണ്. ഈ കള്ളനാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾ കോവിഡ് പോസിറ്റീവ് ആണ് എന്നുള്ള സന്ദേശമാണ് കള്ളന് കിട്ടുന്നത്. അപ്പൊ കള്ളൻ ബോധക്ഷയം വന്ന് അവിടെ കിടക്കുന്നത്. ആകെ ഒരു ചെറിയ ത്രെഡാണ്. അതാണ് എൻ്റെ ഫസ്റ്റ് വർക്ക്. അതിനുശേഷം നിങ്ങളാണ് കുറ്റക്കാരി എന്ന് പറയുന്ന ഒരു വർക്ക് ഞാൻ ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ KC റഷീദ് നിർമ്മാണം നിർവഹിച്ച നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്തത്. അതിനുശേഷമാണ് വിസ്മയ മരണപ്പെടുന്നത്.
നമ്മുടെ കൊല്ലത്ത് വെച്ചിട്ട് പറയട്ടെ, കൊല്ലത്ത് വെച്ചിട്ട് വിസ്മയ മരണപ്പെട്ടപ്പോൾ ആ വിസ്മയുടെ ജീവിതം, അതുവരെ ജീവിച്ചു പോരുന്ന ജീവിതവും അവളുടെ മുഖവും കണ്ടപ്പോൾ ആകെ എന്നെ സംബന്ധിച്ച് എനിക്ക് പെങ്ങന്മാരൊന്നുമില്ല, അവിടെ തന്നെ ഒരു പ്രയാസം വന്നു. അന്ന് ഒരു സ്റ്റോറി എഴുതി ഡൗറി എന്ന് പേരിട്ടു. നേരെ ട്രിവാൻഡ്രത്തേക്ക് വണ്ടി കയറി. ട്രിവാൻഡ്രത്തുള്ള ഒരു പ്രൊഡ്യൂസർ റസിയ ബി എന്ന് പറയുന്ന ഒരു സഹോദരി ആ ഡൗറി എന്ന് പറയുന്ന വെബ് സീരീസ് ചെയ്തു. ഞങ്ങൾ ചെയ്തു, നല്ല മനോഹരമായിട്ട് ചെയ്തു. അത് ഒരു OTT കൊടുത്തിരിക്കുകയാണ്. അവരത് റിലീസ് ചെയ്തില്ലോ എന്നല്ല, അതിൻ്റെ ടീച്ചറും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. റിലീസ് എന്ന് പറയുന്നത് ചെറിയൊരു എന്താ പറയുക, ഈ വിസ്മയുടെ വിഷയമായി ബന്ധപ്പെട്ടായതുകൊണ്ട് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വന്നു. അത് സെൻസേഷണൽ ന്യൂസൊക്കെ ആയതാണ്. പിന്നെ അത് ഒരു സ്റ്റോറിയാണ് ഈ ഡൗറി. അതിനുശേഷമാണ് നമ്മുടെ അരിക്കുളത്തുള്ള ഒരു ഇന്ത്യൻ ആർമിയിലെ ഒരു ജവാൻ എന്നെ പരിചയപ്പെടുകയും ഒരു ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്തു. ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. 10-23 വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അത് ചിലതൊക്കെ വിജയിക്കും, ചിലതൊക്കെ പരാജയപ്പെടും. അപ്പോൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ വർക്കിനൊന്നും ആരുമില്ല, മാർക്കറ്റിംഗ് ഇല്ല. OTT ആയാലും ആരും അങ്ങനെ എടുക്കില്ല. അല്ലെങ്കിൽ സ്റ്റാർ വാല്യൂ, ക്യാമറ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയമായതുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് ചെയ്തു, ഞാൻ സാറിനോടൊക്കെ ഒന്ന് ഇരുന്നാലോചിച്ചു. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരുടെയൊക്കെ അഭിപ്രായം തേടി ഞങ്ങളിത് സിനിമയാക്കി മാറ്റി. ആ സിനിമ ആണ് ലഹരി. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയതാണ് ദി റിവെഞ്ച്, ഇറങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ 2025 തീർച്ചയായിട്ടും തിയേറ്ററിൽ പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. 24 തന്നെ 24 തന്നെ. ഓക്കെ, 24 തന്നെ ഇറക്കാനാവും എന്നുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ആർക്കും വരാം. രാഷ്ട്രീയ, ജാതി, മത ഭേദമന്യേ ആർക്കും കടന്നു വരാം. പ്രൊഡക്ഷനായിട്ട് സഹകരിക്കാം. പിന്നെ പ്രൊഡ്യൂസേഴ്സിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളൊരു സാധാരണക്കാരാണ്. ഞങ്ങളുടെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ, ഞങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, കട്ടൻ ചായ കുടിക്കുന്നത് വെച്ചാൽ ആ കട്ടൻ ചായ കുടിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന് എന്താണോ ഒരു ബെനഫിറ്റ്, ആ ബെനഫിറ്റ് ഉണ്ടായതിനു ശേഷം നമുക്ക് രാജകീയമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം. അല്ലെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ കട്ടൻ ചായയും പരിപ്പ് വടയും കഴിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും നിങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. ആർക്കും വരാം. അതിപ്പം ഫിനാൻസ് ഇറക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. സിനിമയാകുമ്പോൾ ഫിനാൻസ് ഇറക്കുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ എല്ലാവർക്കും ബിസിനസ് ആണല്ലോ. ബിസിനസ് രൂപത്തിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ഇപ്പം 10 പേരല്ലേ സാറേ, ഷെയർ ഹോൾഡേഴ്സായിട്ട് 10 പേരുണ്ട്. ഇനി ഞങ്ങൾക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ, ഒരു 25 lakhs ഇനിയും വേണം ഞങ്ങളുടെ സിനിമ പുറത്തിറങ്ങണമെങ്കിൽ. ഇതൊന്നും അല്ല, നെറ്റിച്ച് വെച്ചിട്ട് കാര്യമില്ല. 2 കോടി ബഡ്ജറ്റിൽ വരുന്ന സിനിമ ഞങ്ങള് ചെലവ് ചുരുക്കി ഒരു 70 ലക്ഷത്തോളം എത്തിച്ചു. ഇനി ഒരു 20 ലക്ഷം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലുള്ള ഒട്ടുമിക്ക തിയേറ്ററുകളിൽ ഇറക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അവരെ ഞങ്ങൾ സഹായം ചെയ്യും. ജനങ്ങളിൽ നിന്ന് ജനങ്ങളെ സിനിമ. അതെ, ജനങ്ങളിൽ നിന്ന് ജനങ്ങളെ സിനിമ. പിന്നെ ഞങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെയും പറ്റിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഒരാളെയും ഞങ്ങൾക്ക് പറ്റിച്ചിട്ട് മുന്നോട്ട് പോകണ്ട. അല്ല, ആരെങ്കിലും അതിപ്പം പറഞ്ഞാലാണ് എനിക്കൊന്ന് നോട്ട് ചെയ്തിപ്പം ഇതുണ്ടല്ലോ, ഒരു സിനിമ കേസായല്ലോ. അതായത് പ്രൊഡ്യൂസറെ പിന്നെ പൈസ കൊടുക്കാതെ പേര് നമ്മള് പറയണ്ട. അതെ, പത്രത്തിൽ വന്നതാ. ഒരുപാട് തിയേറ്ററിൽ നന്നായിട്ട് ഒരുപാട് ദിവസങ്ങൾ ഓടിയ പാട്ട് നല്ല അല്ല, പ്രൊഡ്യൂസർക്ക് പൈസ കൊടുത്തില്ല എന്നുള്ളതാണ്. അത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. കാരണം അത്തരം വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ സിനിമയിൽ സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമൊന്നുമല്ല, ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. നമ്മുടെ ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യുന്ന വിഷയങ്ങളാണെങ്കിലും അത് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ, പല വീഴ്ചകളും സിനിമാ രംഗത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ വീഴ്ചകളെ നമ്മൾ തേടി പോകണ്ട. നമ്മുടെ ശരി തേടി പോവുക. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സമൂഹത്തിന് എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്
അത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക. നമ്മുടെ റൊട്ടി ക്ലീൻ. അതെ, നമ്മൾ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. കാരണം ഈ മനുഷ്യനെ ഈ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഫൈലുള്ള മനുഷ്യനാണ്. ഇദ്ദേഹത്തെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ചീത്തയാക്കുന്ന പരിപാടിക്ക് ഞാൻ നിൽക്കുന്നതല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ രീതിയിൽ എന്താണോ ജനങ്ങൾക്ക് മുന്നിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തുറന്നു പറഞ്ഞുകൊണ്ട് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ നല്ല കലാകാരന്മാരും കലാകാരികൾക്കൊക്കെ ഞാൻ സ്വാഗതം ചെയ്യാണ് സർഗമയ ക്രിയേഷനിലേക്ക്. എൻ്റെ വീടിൻ്റെ പേരിൽ തുടങ്ങിയൊരു സംരംഭം ആയതുകൊണ്ട് അതൊരിക്കലും എന്താ പറയുക മറ്റൊരു ദിശയിലേക്ക് ഞാൻ വളച്ചൊടിക്കില്ല. ഈവൻ എൻ്റെ അമ്മ ഉൾപ്പെടെ ഈ സംരംഭത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട് നല്ലത് പ്രവർത്തിച്ചുകൊണ്ട് നന്മയുള്ള ഒരുപാട് കലാകാരന്മാരെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. എത്രത്തോളം പോകും എന്നൊന്നും അറിയില്ല, പോകുന്നിടത്തോളം പോവും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. ഇത്രയും പറഞ്ഞ രണ്ടുപേരും കുടുംബ പശ്ചാത്തലം കൂടി ആളെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് വിവാഹിതനല്ല, വിവാഹിതനാവാത്തതും ഈ കലയെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ്. ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ബ്രദർ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എൻ്റെ അമ്മ ഒരു ഹോം ഷോപ്പിൻ്റെ ഡയറക്ട് ബോർഡ് അംഗമാണ്. എൻ്റെ ഫാദർ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ്. ചില ആൾക്കാർക്കൊക്കെ ഫാദറിൻ്റെ ജോലി സെക്യൂരിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരു അപമാനക്ഷതമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊരു അപമാനക്ഷതമായിട്ട് തോന്നില്ല. ഏതൊരു ജോലിക്കും അതിനൊരു മഹത്വം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ അച്ഛൻ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. പിന്നെ വിവാഹം, അത് വിവാഹത്തെക്കാളും പ്രയോറിറ്റി ഞാൻ കലയ്ക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ റിലീസായതിനു ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അതെ, മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും. എനിക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാം. കലാകാരിയായിരിക്കണം, കലാകാരനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളായിരിക്കണം. അങ്ങനെ ഒരു അതെ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എന്നെ ഉൾക്കൊള്ളുകയും എൻ്റെ കലയെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരാളായിരിക്കണം. പിന്നെ ചില സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ. ചില അറിയാലോ, ചില പ്രത്യയ ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ആളാണ്. കലാരംഗത്തേക്ക് വന്നത് തന്നെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് കേട്ടോ. അത് വേറൊരു വിഷയം, അത് പറഞ്ഞില്ലെങ്കിൽ വളരെ മോശമായി പോകുമല്ലോ. അപ്പോൾ ആ രംഗത്ത് ഉള്ള ഒരാളും കൂടിയായാൽ വളരെ സന്തോഷം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ 2 ആൺമക്കളാണ്. ഭാര്യ ഹൗസ് വൈഫായിരുന്നു. മൂത്ത മകൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് MBA MEP കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിൽ. രണ്ടാമത്തെ മകൻ സൈക്കോളജിസ്റ്റാണ്. അവന് പഠിപ്പിക്കുന്നുണ്ട് ക്ലിനിക്കൽ സൈക്കോളജി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ KSEBയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും ഈ കലാരംഗത്ത് പ്രവർത്തിച്ചിരുന്നു. KSE ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പൊതുജനങ്ങളിൽ അറിയിക്കേണ്ട വർക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രൊമോഷൻ എന്നുള്ള എനിക്ക് നാടകങ്ങൾ, തിരുവ നാടകങ്ങൾ പഠിക്കുന്ന കാലത്തും നാടകരംഗത്ത് താല്പര്യം ഉണ്ടായിരുന്നു. സ്കൂളിൽ ബെസ്റ്റ് ആക്ടറായിട്ടൊക്കെ സെലക്ട് ചെയ്ത ആളാണ്. അതുപോലെ നമ്മുടെ നാട്ടുമ്പുറത്തുള്ള ഒരുപാട് ഉത്സവ പറമ്പുകളിൽ നാടകങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സർവീസ് രംഗത്തുള്ള തിരക്ക് കാരണം കൂടുതൽ ഈ രംഗത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ സർവീസ് കഴിഞ്ഞതിന് ശേഷം ഈ രംഗത്ത് സജീവമായിട്ട് നിൽക്കുകയാണ്. സഹപാഠികളുടെ പരിചയപ്പെട്ടോടുകൂടി ഞങ്ങളെ എന്താ പറയുക, ഒരു സിനിമേൻ്റെ ഭാഗമായി സ്വന്തമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള എനിക്ക് അരുണിനെ സംബന്ധിച്ചിടത്തോളം ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരാൾ എന്നുള്ള കാഴ്ചപ്പാട് എനിക്ക്. ഇനി പുതിയ ഒരു എന്താ പറയുക, അതുകൂടി പറയണമല്ലോ, ഒരു ഷോർട്ട് ഫിലിം ഇപ്പം അടുത്ത ദിവസങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു ത്രെഡ്, അതായത് ഇപ്പം ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ ആളുകളിൽ ഇഷ്ടപ്പെടുന്ന ഒരു കഥാതന്തുവാണ് അതിലുള്ളത്. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തുടങ്ങാനുള്ള ശ്രമം കൂടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറഞ്ഞു വന്നില്ലേ,
അതിലേക്ക് ആർട്ടിസ്റ്റുകൾ വേണം. നമുക്ക് നല്ല 2 നടിമാരെ വേണം. കുറച്ച് എന്താ പറയുക, ചെറുപ്പക്കാരെ ആവശ്യമുണ്ട്. താല്പര്യമുള്ളവർ എൻ്റെ കോണ്ടാക്ട് നമ്പർ വാട്സാപ്പിൽ കണ്ടു. അല്ല, എൻ്റെ കോണ്ടാക്ട് നമ്പർ എങ്ങനെയാ പറയട്ടെ? അത് പറയാം. അപ്പോൾ സർഗമയ ക്രിയേഷൻ്റെ കോണ്ടാക്ട് നമ്പർ എന്ന് പറയുന്നത് 8075262349. ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഒരു പ്രൊഫൈല്, ഒരു ഫോട്ടോസ് അയച്ചാൽ ഞങ്ങൾ സെലക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊജക്റ്റുമായിട്ട് സഹകരിച്ച് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഞങ്ങൾ അവസരം തരും. പിന്നെ സാറിൻ്റെ നമ്പർ? എൻ്റെ നമ്പർ 99 47 09 4264. ഈ നമ്പറിലേക്ക് നിങ്ങൾ ഫോട്ടോസ് അയക്കാം, നിങ്ങളുടെ പ്രൊഫൈൽ അയക്കാം. പിന്നെ ഞങ്ങളോടൊപ്പം ബിസിനസ് മൈൻഡിൽ സഹകരിച്ച് പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് എൻ്റെ PR ആയതുകൊണ്ടും മാത്രമല്ല എൻ്റെ വിശ്വസ്തനായതുകൊണ്ടും എൻ്റെ എന്താ പറയുക മൂത്ത ജ്യേഷ്ഠനെ പോലെ ഞാൻ കാണുന്ന ആളായതുകൊണ്ടും അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുക, അദ്ദേഹത്തിനെ വിളിക്കാം, നിങ്ങൾക്ക് എന്താ അഭിപ്രായങ്ങളും പറയാം. പിന്നെ നമുക്ക് ഒത്തൊരുമിച്ച് നമുക്ക് നല്ല കുറേ കലാകാരന്മാരെ വാർത്തെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ സാറ് ഈ ഉത്സവ പറമ്പിലെ നാടകങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഉത്സവത്തിന് നാടകം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ തറവാട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും, 10-15 ആൾക്കാരുണ്ടാവും. പിന്നെ ഇന്നത്തെ പോലെ അല്ലല്ലോ, അന്ന് വീടിന്റെ ചുറ്റുപാടത്തുള്ള ആൾക്കാരൊക്കെ ഒരെത്തിയിൽ കൂടിയിട്ട് ഒരു കളി എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഇന്ന് അതിനൊന്നും സമയമില്ല, എന്തായാലും ഒരു ഫോണിന്റെ പിന്നാലെ പോകുന്ന അവസ്ഥയാണ്. കാലഘട്ടം ഒരുപാട് മാറിപ്പോയി. അന്ന് ഞങ്ങൾ ഈ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഈന്തോരപ്പട്ടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റേജ് ഉണ്ടാവും. എന്നിട്ട് ഞങ്ങൾ മറ്റേ വളയില്ലേ, ഇളയമയുടെ ഒക്കെ വളയെടുത്തിട്ട് വള കട്ട് ചെയ്തിട്ട് നമ്മൾ സാരിയൊക്കെ മുറിച്ചിട്ട് കർത്തനൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ നാടകം എങ്ങനെയാണോ സ്റ്റേജിൽ അരങ്ങേറിയത് അതേപോലെ ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് എല്ലാരെയും വിളിച്ചു വരുത്തിയിട്ട് നാടകം കളിക്കും. ചെറുപ്പത്തിൽ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്തൊരു പ്രവൃത്തിയാണ്. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറയുന്നത് ക്രേസായി മാറിയത് 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു ജ്യേഷ്ഠനുണ്ട്, ലിബേഷ് എന്ന് പറയുന്നത്. അയാൾ ടെക്നിക്കലി ഭയങ്കര ഒരു എന്താ പറയുക ഐക്യമുള്ള ആളാണ്. അദ്ദേഹം ഒരു സോപ്പ് പെട്ടിയിൽ തീർത്ത ഒരു TV ആണ് എന്നെ ഈ സിനിമ എന്ന് പറയുന്ന ഒരു മോഹം തലയ്ക്ക് വല്ലാതെ പിടിപ്പിച്ചത്. മനസ്സിലായോ? അഭിനയം എന്ന് പറയുന്നത് തെരുവ് നാടകവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അഭിനയം ഒരു ലഹരിയായി മാറിയത് ശരിക്കും ഇദ്ദേഹം ഈ സോപ്പ് പെട്ടിയിൽ തീർത്ത TV-യിലൂടെ 10 പൈസയ്ക്ക് കിട്ടുന്ന ഫിലിം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കളിക്കുമ്പോൾ അതവിടെ പ്രതിഫലിക്കുന്നത്. അപ്പൊ അന്ന് മുതലുള്ള ഒരു ചിന്തയാണ് ഏതെങ്കിലും കാലത്ത് ഒരു സിനിമ ചെയ്യണം. പിന്നെ കുറെ എന്താ പറയുക കാലഘട്ടത്തിന് ശേഷം ഒരുപാട് വേഷങ്ങൾ കെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിദേശത്തുണ്ടായിരുന്നു 5 വർഷം. അതിനുശേഷം നാട്ടില് ബിസിനസ് തുടങ്ങി. അവിടെ ഒന്നും എന്താ പറയുക ഈ സംഗതിയും പിന്നെ സത്യസന്ധതകളും കൊണ്ട് എവിടെയും ടച്ച് പിടിച്ചില്ല. അതാണ് സത്യം. വലിയ റെപ്യൂട്ടറായ സ്ഥാപനത്തിൽ മാനേജർ വരെ എത്തി നിന്ന് അവിടുന്ന് സത്യസന്ധത ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങിപ്പോകും. ആ സ്ഥാപനം ഇന്ന് 400 കോടിയുടെ കടത്തിലാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നെങ്കിൽ അന്ന് അദ്ദേഹം നമ്മളും രക്ഷപ്പെട്ടേനെ, അദ്ദേഹം രക്ഷപ്പെട്ടേനെ. പക്ഷെ അത് അദ്ദേഹം വിശ്വസിച്ചില്ല. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കഥകൾ. കുറേ പറയാനുണ്ട്. ഞാൻ ഈ സത്യസന്ധതയെ പറ്റി നിങ്ങളിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ ഈ പൂജ പരിപാടി പങ്കെടുത്താണ്. അവിടെ നിങ്ങൾ പ്രൊഡ്യൂസർ നടത്തിയ ഒരു പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവരല്ലേ അവര് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാറ് സിനിമാ രംഗത്തെ ഇപ്പൊ പലരെയും ഞാൻ കണ്ടു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സത്യസന്ധത എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അരുണായിട്ട് ഇതിൽ സഹകരിക്കാൻ ഞാൻ തയ്യാറായെന്നുള്ളത് അതെനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു വാക്കാണ്. അപ്പൊ അത് ഒരു കലാകാരന് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. തുടർന്നുള്ള ഞാൻ ശ്രദ്ധിച്ചു. അപ്പോ റിവെഞ്ചിന്റെ സ്റ്റോറി വന്നത് ഭയങ്കര ഒരു കഥയാണ്. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ പേര് റിവെഞ്ച് സ്റ്റോറി എന്ന് പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരു ടീച്ചർ ഏത് സമയവും സ്റ്റോറി ഉണ്ട് എന്നുള്ള സ്റ്റാറ്റസ് ഇടും. അതിന് ഒരു ദിവസം അല്ല അത് രാജശ്രീ നമ്മുടെ ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം എനിക്ക് സ്റ്റോറി വേണമല്ലോ, അപ്പോൾ എന്ത് കളിച്ചിട്ടും ആള് സ്റ്റോറി തരുന്നില്ല. അവസാനം നമ്മൾ നാടൻ ഭാഷ പ്രയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോൺ നമ്പർ ഇട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്റ്റോറി എനിക്ക് കൈ കിട്ടുന്നത്. കിട്ടി നോക്കുമ്പോൾ 10 മിനിറ്റ് ഞാനിത് വായിച്ചു നോക്കുമ്പോൾ നല്ലൊരു സ്റ്റോറി ചെയ്യാൻ പറ്റും. സമൂഹത്തിന് വേണ്ട ഒരു സ്റ്റോറി. സമൂഹം
എന്താ പറയുക, അംഗീകരിക്കപ്പെടുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് ഞാനതിന് കച്ച കിട്ടി ഇറങ്ങി. അങ്ങനെ ഏതെങ്കിലും ഡയറക്ടർ കീഴിൽ അസോസിയേറ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ സിനിമയുടെ ഫിനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷനിൽ കുറച്ചൊക്കെ നിന്നിട്ടുണ്ട് എന്നല്ലാതെ സത്യം പറഞ്ഞാൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത് പഠിച്ച അല്ല, സിനിമയ്ക്ക് വേണ്ടി കഞ്ഞി വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ, yes. സിനിമാക്കാരുടെ ഡയറക്ടറുടെ അരികിലേക്ക് അഭിനയിക്കാൻ വേണ്ടി പോയിട്ട് അവസാനം അവിടെ കഞ്ഞി വെപ്പുകാരനായ കഥയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അതൊന്നും ഇപ്പൊ പറയണ്ട. അത്തരം കഥകളൊക്കെ പല ഒരുപാട് അനുഭവങ്ങളാണല്ലോ ജീവിതം. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്തായാലും ഇത്രയും നേരം ഇന്ത്യൻ ട്രൂത്തിന് വേണ്ടി നിങ്ങൾ ഈ കലാ സാംസ്കാരിക രംഗത്തെ വിശേഷങ്ങൾ പങ്കുവെച്ച് ഈ യാത്രയിൽ എല്ലാവിധ ഭാവുകങ്ങളും ഇന്ത്യൻ ട്രൂത്ത് നേരെയാണ്. ഈ രംഗത്ത് അറിയപ്പെടുന്ന സംവിധായകന്മാരും നടന്മാരും ഒക്കെയായിട്ട് വേറാമ്പരയ്ക്ക് അഭിമാനമായി വളർന്നു വരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആശംസയോടെ നിർത്താം. ഒരുപാട് സന്തോഷം.